വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു വിഷയമായിട്ട് മാറുകയാണ് ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോഴത്തെ ഇടക്കാല സർക്കാരിന്റെ തലവനായിട്ടുള്ള മുഹമ്മദ് യൂനുസിന്റെ ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനുസിന്റെ സ്റ്റേറ്റ്മെന്റ്. ചൈനയിൽ വെച്ച് ഇയാൾ പറഞ്ഞത് ഈ സെവൻ സിസ്റ്റേഴ്സിൽ എന്ന് പറയുന്ന ഇന്ത്യയുടെ സ്റ്റേറ്റുകൾ, ഒരു തവണ അയാൾ അതിനെ കൺട്രി എന്ന വാക്ക് ഉപയോഗിച്ചു, പിന്നെ തിരുത്തി റീജിയൺ എന്നാക്കി. അത് കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞത് ലാൻഡ് ലോക്ക്ഡ് ആണ്, അതുകൊണ്ട് ഈ റീജിയണിന്റെ ഗാർഡിയൻ ഞങ്ങളാണെന്നാണ് ഇയാൾ പറഞ്ഞത്. അതിനെതിരെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അടക്കമുള്ള ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. കാരണം മുഹമ്മദ് യൂനിസിന്റെ മനസ്സിലിരിപ്പാണ് പുറത്തു വരുന്നത്. ഞാൻ ഇവിടെ ഒന്ന് രണ്ട് വാർത്തകളുടെ സ്ക്രീൻഷോട്ട്സ് വയ്ക്കാം, അതായത് കമന്റുകളുടെ സ്ക്രീൻഷോട്ട് വയ്ക്കാം, ഒന്ന് കാണുക. ചൈനക്കാരുടെയും അതുപോലെ തന്നെ ബംഗ്ലാദേശികളുടെയും കമന്റുകളാണ്. ഇത് x.com കണ്ടത്. ഇവിടെ നോക്കൂ, വെസ്റ്റ് ബംഗാൾ കൂടി ചേർത്തുകൊണ്ടുള്ള ബംഗ്ലാദേശിന്റെ മാപ്പാണ് കാണിച്ചിരിക്കുന്നത്. ചൈനയിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ പോസ്റ്റ് ഇട്ട ആള് പറഞ്ഞിരിക്കുന്ന, അയാൾ എന്തോ ബെയ്ജിംഗുകാരനാണെന്ന് തോന്നുന്നു, ചൈനക്കാരനാണ്. അയാൾ പറഞ്ഞിരിക്കുന്ന ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത് ഇന്ത്യയിലെ നെറ്റിസൺസിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്നാണ് എന്ന് ഇയാൾ പറഞ്ഞിരിക്കുകയാണ്. അതായത് മുഹമ്മദ് യൂനുസിന്റെ ആ സ്റ്റേറ്റ്മെന്റിനെ ഉദ്ധരിച്ചുള്ള ഒരു പോസ്റ്റാണ്. ഇതിന്റെ താഴത്തെ കമന്റുകൾ നോക്കിക്കോളൂ. അതിൽ ഒന്ന് രണ്ട് പേര് എനിക്ക് തോന്നുന്നു ഇന്ത്യക്കാരാണ്, അല്ലെങ്കിൽ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ബംഗ്ലാദേശിനെ ഡിസ്ട്രോയ് ചെയ്യാനാണോ ഇയാൾ ശ്രമിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ താഴെ ചിലർ പറയുന്നുണ്ട് ഇതൊരു ബെസ്റ്റ് ടൈമാണ് ഈ ചൈനയുടെ സാങ്നാൻ തിരിച്ചെടുക്കാൻ. അത് അങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു അരുണാചൽ പ്രദേശിനെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. 1962 റിപ്പീറ്റ് ആകുമെന്നാണ് ഇയാൾ പറയുന്നത്. ഇത് ചൈനക്കാരനാവാനാണ് ചാൻസ്. അപ്പോൾ ഇയാൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് 62 ഇന്ത്യയാണ് ഇപ്പോഴത്തെ ഇന്ത്യ എന്നാണ്. പക്ഷേ ഷി ജിൻപിങ്ങിനും ചൈനീസ് പട്ടാളത്തിനും മനസ്സിലായിട്ടുണ്ട് ഇന്ത്യ എന്താണെന്നുള്ളത്, ഗാൽവാൻ സംഘർഷത്തോടു കൂടി തന്നെ. പക്ഷെ ചില ചൈനക്കാർ ഈ ചൈനീസ് ഭാഷയിൽ മാത്രം എട്ടാവട്ടത്തെ വാർത്തകൾ വായിച്ചു കഴിയുന്ന, ചൈനയ്ക്ക് പുറത്തൊരു ലോകം കണ്ടിട്ടില്ലാത്ത ചൈനക്കാർ ചിലപ്പോൾ ഇതുപോലെയൊക്കെ വിചാരിച്ചു വയ്ക്കും. എന്തായാലും 62 ആവർത്തിക്കും എന്നുള്ള കോൺഫിഡൻസ് ഒക്കെ നല്ലതാണ്. പക്ഷെ ആ കോൺഫിഡൻസ് ഷി ജിൻപിങ്ങിന് ഇല്ലാത്തത് കൊണ്ടാണ് ഗാൽവാൻ സംഘർഷ സമയത്ത് കത്തിയും മുള്ളുകമ്പിയും പിച്ചാത്തിയും ഒക്കെ ആയിട്ട് വന്നത്. ഒരു ബുള്ളറ്റ് പൊട്ടിക്കാനുള്ള ധൈര്യം പോലും മൂപ്പർക്കില്ല. അതുകൊണ്ട് അത് വിട്. പക്ഷെ ഇയാളുടെ സ്വപ്നം അരുണാചൽ പ്രദേശ് ആണെന്ന് തോന്നുന്നു, പിടിച്ചെടുക്കാൻ ബെസ്റ്റ് സമയമാണെന്നാണ്. അതുപോലെ തന്നെ ബംഗ്ലാദേശിന്റെ ഡെൻസിറ്റി വളരെ ഹൈ ആണ്. അതുകൊണ്ട് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ 6 സംസ്ഥാനങ്ങളെ പകുതിയായിട്ട് വിഭജിച്ചാൽ ബംഗ്ലാദേശിന്റെ സമ്പദ് വ്യവസ്ഥ കുതിച്ചുയരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ചൈനക്കാരനാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കമന്റ്. അപ്പൊ ഇതിന്റെ ഉദ്ദേശം നമുക്ക് അരുണാചൽ പ്രദേശ് എടുക്കാം, ബാക്കിയുള്ളതിന്റെ പകുതി നിങ്ങൾ അങ്ങ് എടുത്തോ എന്നതായിരിക്കും. ബംഗ്ലാദേശിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ്. അതിന്റെ ഇടയിൽ വന്നൊരു ഇന്ത്യക്കാരൻ കമന്റ് ഇട്ടിട്ടുണ്ട്, ഈ 10 ആണവായുധങ്ങളുടെ കാര്യമാണ് ഉദ്ദേശിച്ചത്, ഇട്ടാൽ തീർക്കാവുന്ന ഒരു പ്രോബ്ലമേ ഇതുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്ത്യക്കാരൻ കമന്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്ത് കൂടുതലും ബംഗ്ലാദേശികളും ചൈനക്കാരുമാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് ഇന്ത്യയിലെ ആൾക്കാരുമായിട്ട് വലിയ സാദൃശ്യമൊന്നുമില്ല. അവരുടെ ഫേസ് കട്ടും ലുക്കും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്, വലിയ സാദൃശ്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ചൈനയുടെ ഭാഗമാവുന്നതാണ് നല്ലത്. ചൈന ഉറപ്പായിട്ടും അവരുടെ ഇൻഡിപെൻഡന്റ് മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് വേറൊരാൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബംഗ്ലാദേശികളും ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ഇടുന്നുണ്ട്, ഇത് പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞ് കമന്റ് ഇടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വ്യാപകമായിട്ടുള്ള കമന്റുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇത് കൃത്യമായിട്ടും ഒരു ഇന്റർനാഷണൽ അജണ്ട ഇതിന്റെ പുറകിലുണ്ട്. എന്ന് വെച്ചാൽ പാകിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു ത്രികക്ഷി സഖ്യം ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യക്കിട്ട് പണിയാനുള്ള ഒരു പദ്ധതി. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇന്ത്യയുടെ മുമ്പിൽ. കഴിച്ചിട്ട് ഇറക്കാനും മതിരിച്ചിട്ട് തുപ്പാനും പറ്റാത്തൊരവസ്ഥ. ചിലർക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഇസ്രായേൽ കയറി അടിച്ചതുപോലെ അടിച്ചൂടെ, റഷ്യ കയറി അടിച്ചതുപോലെ അടിച്ചൂടെ എന്നൊക്കെ. ഇസ്രായേൽ അടിച്ചത് അമേരിക്കയുടെ സപ്പോർട്ടോടെയാണ്. റഷ്യ അടിച്ചത് UN അവർക്ക് സ്ഥിരാംഗത്വമുണ്ട്, അവർക്ക് വലിയ രീതിയിലുള്ള സൈനിക ശക്തിയുണ്ട്. അതോടൊപ്പം തന്നെ 5000-ലധികം ആണവായുധങ്ങൾ അടക്കം കയ്യിലുള്ള ഒരു രാജ്യമാണ്. അവർക്ക് അത്യാവശ്യം സപ്പോർട്ട് ലോകത്ത് ഓൾറെഡി ഉണ്ട്. എന്നാൽ ഇന്ത്യ അങ്ങനെ കയറി അടിക്കുന്ന സമയത്ത് നമുക്ക് കാര്യങ്ങൾ അതുപോലെ എളുപ്പമല്ല. നമ്മൾ അമേരിക്കയും റഷ്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമല്ല. നമുക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. UN രക്ഷാസമിതി സ്ഥിരാംഗത്വം വീറ്റോയും കിട്ടുകയാണെങ്കിൽ പല സന്ദർഭങ്ങളിലും നമുക്ക് തന്നെ അത് ഉപകാരപ്പെടും. ഒപ്പം പല രാജ്യങ്ങളും ഈ വീറ്റോ ഉള്ളത് കൊണ്ടാണ് ചൈനയ്ക്കൊപ്പം മിണ്ടാതെ എപ്പോഴും നിൽക്കുന്നത്. അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ കൂടെ നിൽക്കാൻ ഒരു കാരണമാവുകയും ചെയ്യും, വീറ്റോയും കൂടെ നമുക്ക് കിട്ടുകയാണെങ്കിൽ. മറ്റൊന്നെന്ന് പറയുന്നത് US ഉൾപ്പെടെയുള്ള ഒരു രാജ്യത്തെ നമുക്ക് നമ്പാൻ പറ്റില്ല. അങ്ങനെ അതുകൊണ്ട് തന്നെ ചാടിക്കയറി ഒരു ഡയറക്റ്റ് ആക്രമണം നടത്തുകയാണെങ്കിൽ നമ്മുടെ എക്കണോമിയെ തളർത്താനായിട്ട് ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് നമ്മൾ തന്നെ ഒരു അവസരം കൊടുക്കുന്ന പോലെയാവും. പക്ഷെ മിണ്ടാതിരിക്കാനും പറ്റാത്തൊരവസ്ഥയിലാണ്. സത്യത്തിൽ ഇന്ത്യ വളരെ സീരിയസ് ആയിട്ട് ആക്ട് ചെയ്യേണ്ട ഒരു സമയമാണ്. ഒന്നുകിൽ അരാക്കൻ ആർമിയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് അത്യാവശ്യം നല്ല ഫണ്ട് ഇറക്കിയിട്ടാണെങ്കിലും വേണ്ടില്ല, ചിറ്റഗോങ്ങിന്റെ പകുതി പിടിച്ചെടുത്താൽ പോലും നമുക്ക്
നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ഭാവിയിൽ അതിനെ കൂട്ടിച്ചേർക്കാനായിട്ട് സാധിക്കും. ഇതേ സമയത്ത് തന്നെ ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ തന്നെ ബംഗ്ലാദേശിൻ്റെ ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരു പ്രക്ഷോഭം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ നെക്ക് കോറിഡോർ എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കും. പക്ഷെ അത് നമുക്കറിയാവുന്ന പോലെ ലോങ് പ്രോസസ്സാണ്. അമേരിക്കൻ ചാര സംഘടനകൾ പോലും ലോകത്ത് വലിയ മിഷൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പല പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനോ ഭരണമാറ്റം കൊണ്ടുവരാനോ ഒക്കെ വേണ്ടിയിട്ട് വർഷങ്ങളോളം, ചിലപ്പോൾ പതിറ്റാണ്ടുകളോളം തന്നെ തുടർച്ചയായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. അതുപോലെ നമുക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. ഇവിടെ പക്ഷേ മുഹമ്മദ് യൂനിസ് പെട്ടെന്ന് ശ്രമിക്കുന്നത് ചൈനയെ കൊണ്ടുവന്ന് ഇവിടെ ഒരു പ്ലെയർ ആക്കി മാറ്റാനാണ്. ചൈന ഇവിടേക്ക് വരാതിരിക്കാൻ നമുക്ക് സാധിച്ചാൽ, അല്ലെങ്കിൽ അതിനെ തടയാൻ നമുക്ക് കഴിഞ്ഞാൽ, ഈ ഒരു പ്രോസസ്സ് നീട്ടിക്കൊണ്ടു പോകാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരു കളി കളിക്കാൻ പറ്റും. ഒപ്പം ചൈന തായ്വാനിൽ കണ്ണുവെച്ചിട്ടുണ്ട്. ഭാവിയിൽ ചൈന തായ്വാൻ പിടിച്ചെടുക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അത് പറഞ്ഞിട്ടും നമുക്ക് വേണമെങ്കിൽ ചൈനയുമായിട്ടൊക്കെ ഡീൽ ചെയ്യാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കാം. എന്തായാലും ഇന്ത്യ എല്ലാ വഴിയും നോക്കുമായിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ഒട്ടും താമസിക്കാൻ പാടില്ല. നമ്മുടെ ഇപ്പോഴത്തെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ നേതാക്കളെല്ലാം തന്നെ വളരെ ദേഷ്യത്തിലാണ് മുഹമ്മദ് യൂനിസിന്റെ ഈ പ്രതികരണത്തിൽ. ഒരു കാരണവശാലും നമ്മൾ വൈകിക്കൂടാ. കാരണം ഇവർ ഏത് രീതിയിലൊക്കെ നമ്മളെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നു നോക്ക്. അതുകൊണ്ട് തന്നെ നമ്മളും ആ രീതിയിൽ ആക്ട് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഇവരെ നമ്മൾ വിട്ടുകളയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് വേറെ പ്ലാൻ ഉണ്ട്. നമ്മളിപ്പോൾ മ്യാൻമാറിലെ ഒരു സിറ്റ്വേ പോർട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ട് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളെ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ നമ്മൾ നമ്മുടേതാക്കി മാറ്റുമ്പോഴാണ് നമുക്കൊരു ഫ്യൂച്ചറിലേക്ക് ഒരു കോൺഫിഡൻസ് കൈവരുന്നത്. നമ്മുടെ ഓൺ കൺട്രോളിലുള്ള ഒരു ലാൻഡിൽ കൂടി. നാളെ ഇപ്പോൾ മ്യാൻമാർ അല്ലെങ്കിൽ അവിടുത്തെ അരാക്കൻ ആർമിയിൽ ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ആൾക്കാർ വന്നേക്കാം, വന്നുകൂടാ എന്നില്ല. അപ്പോൾ അവരന്ന് നമുക്കൊരു ഭീഷണിയായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ ഇപ്പോൾ സിറ്റ്വേ പോർട്ട് ഇരിക്കുന്ന ഭാഗം പൈസ കൊടുത്തിട്ട് വാങ്ങിയാലും പ്രശ്നമില്ല. അതിപ്പോൾ ഈ പറയുന്ന അരാക്കൻ ആർമിക്ക് ബില്യൺ കണക്കിന് പൈസ വാരി എറിഞ്ഞിട്ടാണെങ്കിലും അവരെ കൊണ്ട് ചിറ്റഗോങ്ങിൻ്റെ കുറേ പ്രദേശങ്ങൾ പിടിച്ചെടുപ്പിക്കുകയും ഭാവിയിൽ അത് പതിയെ പതിയെ ഇന്ത്യയുടേതാക്കി മാറ്റുകയും ചെയ്യാനും നമുക്ക് സാധിക്കും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നേ, ഇതിൽ ആരും അതിശയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ചോദിച്ചാൽ ചെയ്തിട്ടുണ്ട്. ചൈന ചെയ്തിട്ടുണ്ട്, റഷ്യ ചെയ്തിട്ടുണ്ട്, അമേരിക്ക ചെയ്തിട്ടുണ്ട്, അതാ ഇപ്പോഴും ചെയ്യുന്നുണ്ട് അവരൊക്കെ. ഇപ്പോൾ ഇസ്രായേൽ എന്താണ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇസ്രായേൽ ഈ പറയുന്ന പലസ്തീൻ്റെ പല പ്രദേശങ്ങളും, വെസ്റ്റ് ബാങ്ക് അടക്കമുള്ള പ്രദേശങ്ങൾ, സിറിയയുടെ പ്രദേശങ്ങൾ, ജോർദാൻ്റെ പ്രദേശങ്ങളൊക്കെ എങ്ങനെയാണ് പിടിച്ചെടുത്തത്? പല രാജ്യങ്ങളും ഇന്ന് കാണുന്ന വലിയ വലിയ രാജ്യങ്ങൾ, റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരുടെ രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. അമേരിക്ക പൈസ കൊടുത്ത് വാങ്ങിച്ചേർത്ത എത്രയോ പ്രദേശങ്ങളുണ്ട്, പിടിച്ചെടുത്തതുണ്ട്. നമുക്കിപ്പോൾ നേപ്പാളിനെയോ ഭൂട്ടാനെയോ അങ്ങനെ പിടിച്ചെടുക്കേണ്ട കാര്യമില്ല, ശ്രീലങ്കയെ പിടിച്ചെടുക്കേണ്ട കാര്യമില്ല. നമുക്ക് യാതൊരു തരത്തിലുമുള്ള ഭീഷണി ഈ രാജ്യങ്ങൾ നിലവിലുയർത്തുന്നില്ല. എന്നാൽ ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ടിരുന്ന രാജ്യം പെട്ടെന്ന് ഇന്ത്യക്കെതിരെ തിരിയുമ്പോൾ നമുക്കത് സുരക്ഷാ ഭീഷണി തന്നെയാണ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ എപ്പോഴും ഇന്ത്യയുടെ മെയിൻ ലാൻഡിൽ നിന്ന് ഒന്ന് അകന്നു നിൽക്കുന്നു എന്നൊരു സാഹചര്യത്തിൽ. അപ്പോൾ നമ്മൾ അവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ, ഈ രാജ്യത്തിൻ്റെ അഖണ്ഡത, ഐക്യമൊക്കെ തന്നെയാണ് നമുക്ക് പ്രധാനം. പറയുമ്പോൾ ഇതൊക്കെ ശരിയാണോ എന്ന് തോന്നാം. പക്ഷെ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി നമുക്ക് പലതും ചിലപ്പോൾ ചെയ്യേണ്ടി വന്നേക്കാം. മാർഗമല്ല, ലക്ഷ്യം തന്നെയാണ് ആത്യന്തികമായി പ്രധാനം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.